നിയമസഭാ കയ്യാങ്കളി കേസിൽ കോൺഗ്രസിന്റെ 3 മുൻ എംഎൽഎമാർക്ക് ആശ്വാസം. എൽഡിഎഫിലെ 2 വനിതാ എംഎൽഎമാർ നൽകിയ സ്വകാര്യ അന്യായത്തിൽ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. കോൺഗ്രസ് എംഎൽഎമാർ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തുവെന്ന് കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. 2015 മാർച്ച് 13 നിയമസഭയിലെ വിവാദമായ കയ്യാങ്കളി. കോൺഗ്രസ് എംഎൽഎമാരായിരുന്ന എം.എ. വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, കെ. ശിവദാസൻ നായർ എന്നിവർ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 തുടർ നടപടികളാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വനിതാ എംഎൽഎമാരായിരുന്ന കെ. ലതിക, ജമീല പ്രകാശം എന്നിവരെ അന്യായമായി തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്തു എന്നായിരുന്നു കോൺഗ്രസ് എംഎൽഎമാർക്കെതിരായ കുറ്റം. കെ. ലതികയും ജമീല പ്രകാശവും നൽകിയ സ്വകാര്യ അന്യായം നിലനിൽക്കുന്നതല്ലെന്ന് നിരീക്ഷിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. സ്ത്രീത്വത്തെ അപമാനിക്കുകയെന്ന ഉദ്ദേശം കോൺഗ്രസ് എംഎൽഎമാർക്കുണ്ടെന്ന് കരുതാനാവില്ല. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ കാണുകയെന്നതായിരുന്നു കോൺഗ്രസ് എംഎൽഎമാരുടെ ഉദ്ദേശം. അന്യായമായി തടഞ്ഞുവെച്ചെന്ന കുറ്റവും നിലനിൽക്കുന്നതല്ല. സ്വകാര്യ അന്യായത്തിൽ കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുമാണ് ഹൈക്കോടതിയുടെ വിശദീകരണം. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു കെ. ശിവദാസൻ നായരുടെ പ്രതികരണം. നിയമസഭാ കയ്യാങ്കളി കേസ് ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി. കേസ് തനിക്ക് മാനസിക വ്യഥ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഉണ്ടാക്കിയ ഒരു മാനസിക വ്യഥ വളരെ വലുതാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അത് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് കോടതിയിൽ സ്വകാര്യ അന്യായം കൊടുത്തു. ആ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചു. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. 2015 മാർച്ച് 13 നിയമസഭയിലെ വിവാദമായ കയ്യാങ്കളി. അന്നത്തെ ധനമന്ത്രി കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ അഴിമതി ആരോപിച്ച ഇടത് എംഎൽഎമാർ സ്പീക്കറുടെ സമീപമെത്തി കടുത്ത പ്രതിഷേധമുയർത്തി. സ്പീക്കറുടെ കസേരയടക്കം തള്ളിമറിച്ചു. ഇതിനൊപ്പമുണ്ടായിരുന്ന വനിതാ എംഎൽഎമാരെ ആക്രമിച്ചുവെന്നാണ് UDF എംഎൽഎമാർക്കെതിരെയുള്ള കേസ്. LDF എംഎൽഎമാർ പ്രതികളായ നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ നേരത്തെ സർക്കാർ തയ്യാറായെങ്കിലും ആവശ്യം ഹൈക്കോടതി തള്ളി. പ്രതികളായ ഇടത് എംഎൽഎമാർ വിചാരണ നേരിടണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.